ആഭ്യന്തര വിപണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെക്ടേഷൻസ് പങ്കുവെക്കുവാനായി നമ്മുടെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, പതിവ് പോലെ ഇന്നലെ ഇപ്പോൾ യുഎസ് വിപണി അവധിയായിരുന്നു. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ റെക്കോർഡുകൾ താണ്ടി മുന്നേറുന്ന ഒരു യുഎസ് വിപണിയായിരുന്നു കണ്ടിരുന്നത്. പ്രത്യേകിച്ചും എൻവിഡി അടക്കമുള്ള പല റിസൾട്ടുകളുടെയൊക്കെ പിൻബലത്തിൽ നാസ്ഡാക്ക് അടക്കമുള്ള സൂചികകൾ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ യുഎസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്? അനില, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 5-6 സെഷൻസിലായിരുന്നു കറക്ഷൻ നേരിട്ട് ഡൗ ജോൺസ് ഇൻഡെക്സ്. സോ ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുന്ന ഇറ്റ് ഇസ് അറൌണ്ട് 39,000 പോയിന്റ്സ്. ആ ലെവലിൽ നിന്നും മാക്സിമം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 400 പോയിന്റിന്റെ കൂടെ ഒരു കറക്ഷൻ, അതിനുശേഷം നമ്മളൊരു റിക്കവറിക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ വളരെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 18,950 റെസിസ്റ്റൻസ് ലെവലായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ പതിവ് പോലെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടെ പോയി നോക്കുകയാണ്. കമ്മോഡിറ്റിയിൽ പ്രത്യേകിച്ചും ആദ്യമായിട്ട് ക്രൂഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ക്രൂഡിലേക്ക് വരികയാണ്. ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 1% നേട്ടം നിലനിർത്തിക്കൊണ്ട് WTI ക്രൂഡ് ഫ്യൂച്ചേഴ്സ് $78.89 എന്ന നിലയിൽ വ്യാപാരം പുരോഗമിക്കുമ്പോൾ ബ്രണ്ടിലേക്ക് എത്തുമ്പോൾ, ബ്രണ്ട് ഫ്യൂച്ചേഴ്സിൽ എത്തുമ്പോൾ ഏകദേശം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ $83.06 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. WTI ക്രൂഡിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $76 ആൻഡ് മേജർ റെസിസ്റ്റൻസ് $81. $81 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ക്രൂഡിൽ എടുക്കാൻ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് എത്തുകയാണെങ്കിൽ ഗോൾഡിൽ ഇന്നിപ്പോൾ ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ട് 2354.2 ട്രോയ് ഔൺസിന് ആ ഒരു നിലവാരത്തിലാണ് ഇപ്പോൾ ഗോൾഡ് ഫ്യൂച്ചേഴ്സും വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് എങ്കിലും ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം സ്വർണത്തിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2280 നമ്മളൊരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ $2380, അതിനെ തുടർന്ന് $2400 ആയിരിക്കും. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണെങ്കിൽ സർവ്വകാല ഉയരം താണ്ടുന്ന ഒരു വിപണിയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 23,110.8 എന്ന നിലവര ഉയർന്നിരുന്ന നിഫ്റ്റിയിൽ ഇന്നലെ എന്നാൽ ആ ക്ലോസ് ചെയ്തപ്പോൾ ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിച്ചിട്ടില്ല. അതായത് ഹൈലി വോളറ്റൈൽ ആയിട്ടൊരു മാർക്കറ്റിനാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,932.45 എന്ന നിലയിൽ. പ്രത്യേകിച്ചും ഇലക്ഷനൊക്കെ കഴിയാനിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടുകൂടി റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രധാനമായിട്ടും ഇന്നത്തെ വ്യാപാരത്തിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അനില, നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് നിഫ്റ്റിയുടെ ലാസ്റ്റ് മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയ് 13 ആയിരുന്നു. അന്നത്തെ ലോവസ്റ്റ് ലെവൽ 21,812 പോയിന്റ് ആയിരുന്നു. അതിനുശേഷം ഓൾമോസ്റ്റ് 12 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് തുടർച്ചയായിട്ട് നിഫ്റ്റി 50 നേട്ടം കാണാൻ സാധിച്ചു. സോ ഇന്നലെ നിഫ്റ്റി 50 21,100 ഒരു ഹൈ ലെവൽ എത്തിയിരുന്നു. ബട്ട് അതിൽ നമ്മൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം 23,080 പോയിന്റ് ആക്ച്വലി എൻ്റെ ഒരു ടാർഗറ്റ് ലെവലായിരുന്നു. ഇത് ആക്ച്വലി ഒരു 6 മാസം മുൻപ് ഞാൻ സെറ്റ് ചെയ്ത ടാർഗറ്റ് ആയിരുന്നു. നാച്ചുറലി ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമുക്കൊരു നമ്മൾ ഇതിന് മാർക്കറ്റിൽ ഒരു പ്രഷർ പോയിന്റ് എന്ന നിലയെത്തും. സോ മാർക്കറ്റ് നിഫ്റ്റി 50 ആ ഒരു പ്രഷർ പോയിന്റ് എത്തിയപ്പോഴേക്കുമായിരുന്നു നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. സോ വീണ്ടും നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി വി ഷുഡ് ബി പ്രിപ്പയർഡ്. ബട്ട് ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഒരിക്കലും നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡോ ലോങ് ടേം ട്രെൻഡോ ബെയറിഷായി മാറുന്ന ഒരു സാഹചര്യം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല.
മേജർ റെസിസ്റ്റൻസ് 23,150 ആയിരിക്കും. ആൻഡ് സപ്പോർട്ടായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ 22,600 അതിനെ തുടർന്ന് 22,500 പോയിന്റ്. യെസ് സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നിന്ന് വിപരീതമായിട്ട് വളരെ ബുള്ളിഷ് ആയിട്ടൊരു ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 49,281.8 എന്ന നിലയിൽ ഏകദേശം 0.5% നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് ഇന്നലത്തെ വ്യാപാരത്തിൽ നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സൂചികയ്ക്ക് സപ്പോർട്ട് നൽകിയിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, AU ബാങ്ക്, HDFC, SBI തുടങ്ങിയ ഓഹരികളെല്ലാം തന്നെ വളരെ ശക്തമായിട്ടൊരു ബുള്ളിഷ് അല്ലെങ്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും മെയ് 13 ആയിരുന്നു നമുക്ക് അവസാനത്തെ ഒരു മേജർ ബോട്ടം നൽകിയത്. ബട്ട് നിഫ്റ്റിയുടെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ 12 ട്രേഡിംഗ് സെഷൻസിൽ അണ്ടർ പെർഫോം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് വന്നിട്ട് അതിന്റെ ഓൾ ടൈം ഹൈ 49,974. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻസിൽ പുതിയൊരു ലോങ് പൊസിഷൻ ബാങ്കിങ് സെക്ടറിൽ എടുക്കാനായിട്ട് എനിക്ക് കാണുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മേജർ ബാങ്കിങ് സ്റ്റോക്സിനും ഒത്തിരി നേട്ടം നമ്മൾ കഴിഞ്ഞ 4-5 സെഷൻസിൽ കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ബി ലുക്കിംഗ് ടു മാനേജ് ദ പൊസിഷൻ, പ്രോഫിറ്റ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക, എസ്പെഷ്യലി നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ. യെസ് സർ, അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഡാൽമിയ ഭാരതുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. ഡാൽമിയ ഭാരതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏപ്രിൽ അവസാന വാരത്തിന് ശേഷം വളരെ ശക്തമായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയാണ് ഡാൽമിയ ഭാരത്. ഒരു ഇയർ ടു ഡേറ്റ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും നെഗറ്റീവ് റിട്ടേൺസ് ഏകദേശം 21% നെഗറ്റീവ് റിട്ടേൺ നൽകിയിരിക്കുന്ന ഓഹരിയാണ്. എന്നാൽ ഇന്നലത്തെ വ്യാപാരത്തിൽ ഓഹരിയിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട്. ഏകദേശം 0.5% നേട്ടം നിലനിർത്തി 1,800 രൂപ എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡാൽമിയ ഭാരതുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ ഒരു ഓഹരിയിൽ താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല സൂചിപ്പിച്ചതുപോലെ ഡാൽമിയ ഭാരത് കഴിഞ്ഞ ഒരു 5-8 മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിൽ എനിക്കൊരു ഷോർട്ട് ടേമിൽ തീർച്ചയായിട്ടും ഒരു ലോ റിസ്ക് ട്രേഡിംഗ് അവസരം കാണുന്നുണ്ട്. കറന്റ് ലെവൽസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാം. ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി അല്ല സജസ്റ്റ് ചെയ്യുന്നത്, ഇറ്റ് ഇസ് പ്യൂർലി ട്രേഡിംഗ്. സോ അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1,785 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 3 റെസിസ്റ്റൻസ് ലെവൽസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 1,850, അതിനെ തുടർന്ന് 1,900, 1,925. ഇത് 3 ആയിരിക്കും ഈ സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ് ലെവൽസ്. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇർക്കോൺ ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇർക്കോണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയാണ് ഇർക്കോൺ ഇന്റർനാഷണൽ. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മെയ് 21 രേഖപ്പെടുത്തിയ 301.45 ആണ്. അതിനുശേഷം നേരെ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും ഇന്നലത്തെ വ്യാപാരം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2%-ലധികം നേട്ടം രേഖപ്പെടുത്തി 277.5 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇർക്കോണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ഡാൽമിയ ഭാരതിനെ അപേക്ഷിച്ച് നമ്മൾ ഇർക്കോൺ നോക്കുമ്പോഴേക്കും ഇർക്കോണിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 10-12 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റോക്സിലും വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. സെയിം തിങ് വിത്ത് ഇർക്കോൺ കഴിഞ്ഞ ആഴ്ച പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയതിനു ശേഷമായിരുന്നു 3 ദിവസം നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വീണ്ടും നമുക്ക് ഇർക്കോണിന്റെ കേസിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. സോ അഗെയിൻ ഇതൊരു ട്രേഡിംഗ് അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 268 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിന്റെ 3 മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 290, അതിനെ തുടർന്ന് 310, അതിനെ തുടർന്ന് 325.
യെസ് സർ, അതിനോടൊപ്പം തന്നെ ബാറ്റ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബാറ്റയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം ഒരു 0.5% നേട്ടം രേഖപ്പെടുത്തി 1353 രൂപ എന്ന നിലയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എങ്കിൽ പോലും ഓഹരിയുടെ ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഡിസംബറിന് ശേഷം വലിയ തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തുകയും മെയ് 13 എത്തുമ്പോൾ ഒരു 52 വീക്ക് ലോ നിലവാരമായ 1294 എന്നൊരു നിലവരെ ഇടിയുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ബാറ്റ ഇന്ത്യയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബാറ്റ ഇന്ത്യ അഗെയിൻ ദാൽമിയ ഭാരതിന്റെ പോലെ തന്നെ ഒരു അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്ക് ആയിരുന്നു കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷമായിട്ട്. ആൻഡ് ഈ മാസമായിരുന്നു അതിൻ്റെ ഒരു 52 വീക്ക് ലോ നമുക്ക് കാണാൻ സാധിച്ചത് അറൌണ്ട് 1300 രൂപ. ദിസ് ഇസ് എ ഹൈ റിസ്ക് ട്രേഡ്. നമ്മളൊരു അല്പം എക്സ്ട്രാ ഹൈ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് 1335 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. 1380 രൂപയായിരിക്കും ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ്. അതിനെ തുടർന്ന് 1400. 1400ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1480 രൂപയിലായിരിക്കും. സർ, അതിനൊപ്പം തന്നെ സോളാർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോളാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ 3% ഇടിഞ്ഞ് 9689.75 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഓഹരിയുടെ ഒരു നിലവാരം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മെയ് 24 പുതിയൊരു 52 വീക്ക് ഹൈ ആയ 10,450 രൂപ വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മെയ്ക്ക് ശേഷം മെയിൽ ആ മെയിലൊരു പകുതിയോടുകൂടി വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കടന്നു വന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മെയ് 18 ശേഷം സ്പെഷ്യൽ ട്രേഡിംഗ് സെഷന് ശേഷം വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയ ഓഹരി കൂടിയാണ് സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സോളാർ ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ടോ? സോളാർ ഇൻഡസ്ട്രീസ് സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിലില്ല. ഒത്തിരി വോളറ്റിലിറ്റിയും കാഴ്ചവെക്കാറുണ്ട്. എങ്കിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിലെ കഴിഞ്ഞ 2 സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അതും നമുക്ക് ഈ സ്റ്റോക്കിൽ ബിറ്റ്വീൻ 8,800 and 9,000 റുപ്പീസ് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 8,000 രൂപയിലായിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി മാറും. അതിനോടൊപ്പം തന്നെ GE പവർ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. GE പവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം 3.25% ഇടിഞ്ഞ് 340 രൂപ എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇയർ ടു ഡേറ്റിൽ ഏകദേശം 50% നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ് GE പവർ ഇന്ത്യ എന്ന് പറയുന്നത്. GE പവറിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? GE പവർ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വലിയൊരു നേട്ടം നൽകിയതിനു ശേഷം ദ സ്റ്റോക്ക് ഇസ് അണ്ടർഗോയിങ് എ സ്മോൾ കറക്ഷൻ. നമ്മൾ അഗെയിൻ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു ശക്തമായ ഒരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 360 മുകളിൽ ക്ലോസ് ചെയ്യണം. 360 റുപ്പീസിന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 390, അതിനെ തുടർന്ന് 415 ആയിരിക്കും. അതിനൊപ്പം തന്നെ കിർലോസ്കർ ബ്രദേഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കിർലോസ്കറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം 1% ഇടിവ് രേഖപ്പെടുത്തി 1,623 രൂപ എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മെയ് 16 രേഖപ്പെടുത്തിയ 1,924.9 പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഇയർ ടു ഡേറ്റിൽ ഏകദേശം 80% അല്ലെങ്കിൽ 83% നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ് കിർലോസ്കർ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ട്രേഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കിർലോസ്കർ ബ്രദേഴ്സ് ഈ മാസം 16 തീയതിയായിരുന്നു നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയത് 1,924 രൂപയിൽ. അതിനുശേഷം കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു നല്ല കറക്ഷനാണ് നടന്നു വരുന്നത്. എഗെയിൻ കമ്പനിയുടെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു.
ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ട്രേഡിംഗ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1652 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1730, അതിനെ തുടർന്ന് 1900 രൂപയിലായിരിക്കും എൻ്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ്. യെസ്, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമേ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IREDയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. IREDA ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 4% നേട്ടത്തിൽ 194.15 എന്ന നിലയിലാണ്. IREDയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ IREDA ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്ന 214.80 രൂപ. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. ബട്ട് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് ആ സമയത്തുള്ള പാറ്റേൺ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ ഒരു സ്ട്രാറ്റജി രൂപീകരിക്കാൻ. യെസ്, സാരംഗ് എന്ന പ്രേക്ഷകൻ അദാനി വിൽമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഇന്നലെ 1% ഇടിഞ്ഞ് 341.3 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി വിൽമറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ വിൽമറിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ആസ് എ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഈ സ്റ്റോക്കിൽ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് 352 രൂപയുടെ റെസിസ്റ്റൻസ് 355 രൂപയുടെ റെസിസ്റ്റൻസ് ഈ വരും സെഷൻസിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ ഒരു വലിയ മുന്നേറ്റം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. എസ്, മല്ലിക എന്ന പ്രേക്ഷക പാരാദീപ് ഫോസ്ഫേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പാരാദീപ് ഫോസ്ഫേറ്റിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% നേട്ടത്തിൽ 68.85 എന്ന നിലയിലാണ്. ഈ ഒരു ഓഹരിയിന്മേലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ പാരാദീപ് ഫോസ്ഫേറ്റ്, മദ്രാസ് ഫെർട്ടിലൈസർ, നാഷണൽ ഫെർട്ടിലൈസർ, FACT മുതലായ സ്റ്റോക്സ് ഒക്കെ തന്നെ നമുക്ക് ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ബിക്കോസ് ദേ ആർ ഓൾ പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസ്. സോ കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ നമുക്ക് മറ്റ് PSU ഫെർട്ടിലൈസർ സ്റ്റോക്സിലൊക്കെ വലിയൊരു റാലി കാണാൻ സാധിച്ചെങ്കിലും പാരാദീപ് ഫോസ്ഫേറ്റ് ഇതുവരെയും പങ്കെടുത്തിട്ടില്ല. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഈ വരും സെഷൻസിൽ പാരാദീപ് ഫോസ്ഫേറ്റിൽ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 72 രൂപ. 72ന്റെ ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ചുരുങ്ങിയത് ഒരു 7 മുതൽ 8 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. യെസ്, സുമേഷ് എന്ന പ്രേക്ഷകൻ ഹിൻഡാൽകോയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിൽ 678.5 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിൻഡാൽകോയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഹിൻഡാൽകോയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ഫണ്ടമെന്റലി എക്സലന്റ് കമ്പനി, ഒരു കംപ്ലൈൻസും ഈ സ്റ്റോക്കിലില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 650 രൂപയിലായിരിക്കും. മേജർ റെസിസ്റ്റൻസ് 705 രൂപ. 705 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു 4 മുതൽ 7% നേട്ടം എക്സ്പെക്ട് ചെയ്യാം. എസ്, സെബാസ്റ്റ്യൻ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൈൻ DLMുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. സൈൻ DLM ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 0.5% ഇടിഞ്ഞ് 659.15 എന്ന നിലയിലാണ്. സൈൻ DLMിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അനില, ഈ കമ്പനിയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരൂ. CYIENT DLM, സൈൻ DLM ലിമിറ്റഡ്. So Sign DLM വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 700 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. യെസ്, രാജേഷ് എന്ന പ്രേക്ഷകൻ സിയറ്റുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സിയറ്റിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ സിയറ്റിന്റെ അഗെയിൻ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നമുക്ക് ആക്ച്വലി ഒരു ടയർ മേഖലയിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ
നമുക്ക് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നമുക്ക് കൺസിഡർ ചെയ്യാം. കാര്യം ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൽ കഴിഞ്ഞ 10 ദിവസത്തിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഹവ് ടേൺഡ് ബുള്ളിഷ്. സിയറ്റിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 2520 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ നിഖിൽ എന്ന പ്രേക്ഷകൻ ആസ്ട്ര DM ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനിയുടെ Q4 റിസൾട്ട് ഇന്ന് വരാനിരിക്കുകയാണ്. ഇന്നലെ ഓഹരിയിൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്ന് വന്നിട്ടുണ്ടായിരുന്നു. 2.5% നേട്ടത്തിൽ 375 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആസ്ട്ര DM ഹെൽത്ത് കെയറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ആസ്ട്ര DM ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ആൻഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഇന്ന് പുതിയ പൊസിഷൻ എടുക്കാതിരിക്കുക. സ്റ്റോക്ക് 400-420 റേഞ്ച് എത്തപ്പോഴേക്കും നമുക്കൊരു അല്പം വോളറ്റിലിറ്റി പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. മറ്റൊരു പ്രേക്ഷകൻ RVNLുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ പുതിയൊരു 52-week ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഓഹരിനെ നോക്കുകയാണെങ്കിൽ 2%-ലധികം നേട്ടത്തിൽ 378 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. RVNLുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ RVNL ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 400 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആൻഡ് എസ്പെഷ്യലി ഒരു ട്രേഡിംഗ് പൊസിഷൻ ആണെങ്കിൽ 400 രൂപയ്ക്ക് അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷന് ശേഷം ഞാൻ വീണ്ടും ഒരു റിക്കവറി ഓർ അത് ആൻഡ് അപ്പർ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ 440-435 ഈ ഒരു റേഞ്ചിലായിരിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ. അർജുൻ രാജൻ എന്ന പ്രേക്ഷകൻ KPI ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1%-ലധികം ഇടിഞ്ഞ് 1837 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? KPI ഗ്രീൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഇല്ല. ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ സ്റ്റോക്കിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാര്യം മാർക്കറ്റിൽ ഒരു വലിയൊരു കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബിന്ദു എന്ന പ്രേക്ഷക MTAR ടെക്നോളജീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5%-ലധികം ഇടിഞ്ഞ് 2120 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. MTAR ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? MTARന്റെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു എൻ്റെ ഒരു മേജർ ടോപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്ന 2920 രൂപ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ വലിയ തോതിൽ ഒരു കറക്ഷൻ ആയിരുന്നു നടന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു ഇതിൻ്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നടന്നത് 1640 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ, ഒരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും സ്റ്റോക്കിന്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു 5-6 സെഷനിൽ കണ്ട നേട്ടത്തിനെ തുടർന്ന് വി ഷുഡ് ബി എക്സ്പെക്ടിങ് സം പ്രോഫിറ്റ് ടേക്കിംഗ്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് 1920, 1960 ഈ റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണണമെങ്കിൽ 2250 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. മുഹമ്മദ് ഷമീം എന്ന പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ പുതിയൊരു 52-week ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 0.5%-ലധികം നേട്ടത്തിൽ 185 രൂപ എന്ന നിലയിലാണ്. IRFCയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IRFC ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും സ്റ്റോക്കിന് 195 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് വളരെ എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2 സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാം. നമ്മൾ വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മുടെ കൈവശമുള്ള ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് അല്ലെങ്കിൽ കറന്റ് ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. താഴെ കറക്ഷൻ വരുന്ന സമയത്ത് 185 റേഞ്ചിൽ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ഫ്രഷ് ലോങ് പൊസിഷൻ.
യെസ്, ഒന്നിലധികം പ്രേക്ഷകർ ജിയോ ഫിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ ഏകദേശം 1.5% അടുത്ത് ഇടിഞ്ഞ് 360 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ ഫിന്നിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ജിയോഫിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്ക് ഒരു കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 370 രൂപ. 370ന്റെ മുകളിൽ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ സ്റ്റോക്കിൽ ഒരു വലിയ മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ധനേഷ് എന്ന പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് 29 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ അവസരം ലഭിക്കും സ്റ്റോക്കിൽ ഒരു പുതിയ പൊസിഷൻ എടുക്കാനായിട്ട്. 6 ലെവല് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 32 രൂപയിലായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% ഉയർന്ന് 108.4 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ഫെർട്ടിലൈസേഴ്സിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നാഷണൽ ഫെർട്ടിലൈസർ, FACT, രാഷ്ട്രീയ കെമിക്കൽസ്, മെഡ്രാസ് ഫെർട്ടിലൈസേഴ്സ് മുതലായ സ്റ്റോക്ക് ഒക്കെ തന്നെ കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ നമുക്കൊരു നല്ല നേട്ടം നൽകി കഴിഞ്ഞു. ഈ 4 സ്റ്റോക്സിന് ഓൾറെഡി ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കമ്മിങ് സ്പെസിഫിക്കലി ടു നാഷണൽ ഫെർട്ടിലൈസേഴ്സ്, 110 രൂപയിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ ആ 110ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്കൊരു 15 മുതൽ 20 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, ഏതായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ്റെ ടൈം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തത്. പ്രദീപ് സാർ വീണ്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും വീണ്ടും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.